സമാധാനത്തിനായുള്ള മനുഷ്യൻ്റെ ഓട്ടം ഒരിക്കലും അവസാനിക്കാത്തതായി തോന്നിപ്പോകാറുണ്ട്. സമാധാനം വാഗ്ദാനം ചെയ്ത് പലരും നൽകുന്നത് താൽക്കാലിക സമാധാനം മാത്രമാകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ആകെ നിരാശപ്പെട്ടു പോകുന്ന അനേകർ. 1000 കൂട്ടം പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ പൂർണ്ണ സമാധാനത്തിനുള്ള ഒരു മാർഗം എന്ത് എന്ന് അന്വേഷിച്ച് നാം അവിടെയും ഇവിടെയും അലയേണ്ടതായിട്ടില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവരാജ്യം എന്ന വാഗ്ദത്ത വിഷയത്തെ നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്നവരാകുന്നു യഹൂദർ. എന്നാൽ കയ്യെത്തും ദൂരത്ത് ദൈവരാജ്യം ഇപ്പോഴേ അനുഭവേദ്യമാകുന്നു എന്നുള്ളതാണ് വാസ്തവം. ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്തിലൂടെ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സമാധാനം ക്രിസ്തുവേശുവിലൂടെ ദൈവം സാധ്യമാക്കിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകളെപ്പറ്റിയുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യെശയ്യാ പ്രവചന പുസ്തകം 26ഉം 27ഉം അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നാം പഠിച്ചു കഴിഞ്ഞത്. 25-ാം അധ്യായത്തിൽ വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിവരണം നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം, ഇത് നിവൃത്തിയാകുന്ന ആ നല്ല നാളെക്കുറിച്ച് തന്നെയാണ് 26-ാം അധ്യായത്തിലും നാം കാണുവാൻ പോകുന്നത്. നീതിയുള്ള ന്യായാധിപതി ലോകത്തെ ഭരിക്കുന്ന വരുവാനുള്ള ദൈവരാജ്യത്തെക്കുറിച്ച് തുടർന്ന് നമുക്ക് ചിന്തിക്കാം. യെശയ്യാ പ്രവചനം 26-ാം അധ്യായം എടുത്താട്ടെ. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അന്നാളിൽ അവർ യഹൂദാദേശത്ത് ഈ പാട്ട് പാടും. നമുക്ക് ബലമുള്ളൊരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വയ്ക്കുന്നു. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പീൻ. ഇതാണ് അവരുടെ ഭാവി വീക്ഷണം. അന്നാളിൽ യഹൂദയിൽ പാട്ടുപാടും. ഇന്നവർക്ക് ഈ പാട്ടില്ല. ഇന്ന് ഇസ്രായേൽ ജനം അവരുടെ ദേശത്തായിരിക്കുന്നത് പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ടല്ല എന്നത് തീർച്ചയാണ്. 3ഉം 4ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. മനുഷ്യൻ്റെ ഏറ്റവും മോശമായ എല്ലാ അസ്വസ്ഥതകൾക്കും ഭാരങ്ങൾക്കും ശാന്തിയില്ലാത്ത ആത്മാക്കൾക്കുമുള്ള പരിഹാരമാകുന്നു ഈ വാക്യത്തിൽ നാം കാണുന്നത്. പൂർണ്ണ സമാധാനം. ഒന്നാമതായി ഈ സമാധാനത്തിൻ്റെ രചയിതാവ് ദൈവം തന്നെയാകുന്നു. മനുഷ്യ മനസ്സ് അതിൻ്റെ സൃഷ്ടാവിൽ അല്ലാതെ ഒരിക്കലും സമാധാനം കണ്ടെത്തുവാൻ കഴിയാത്തതുപോലെ പ്രവർത്തന നിരതവും അഗാധവുമാകുന്നു. അനുഭവത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും സാക്ഷ്യമത്ര ഇത്. ഭൗമികമായ സ്ഥാനമാനങ്ങൾ, ഭൗമികമായ സമ്പത്ത്, സൗഹൃദങ്ങൾ എല്ലാം തന്നെ സമാധാനം പ്രാപിക്കുവാൻ കഴിയാത്തതുപോലെ ഹൃദയത്തെ ശൂന്യമാക്കും. കാരണം കുറ്റബോധത്തെ ഇല്ലാതാക്കുവാൻ ഈ പറഞ്ഞതിനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ പങ്കായി കാണുവാൻ കഴിയില്ല എങ്കിൽ നമുക്ക് സമാധാനം സാധ്യമല്ല. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ പങ്ക് ലഭിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിലൂടെ മാത്രമാണ്. അങ്ങനെ മാത്രമേ സമാധാനം കൈവരിക്കുവാൻ കഴിയൂ. ദൈവം തൻ്റെ ജനത്തിന് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്ന സമാധാനം പൂർണ്ണ സമാധാനമാണ്. ലോകത്തിൽ നാം കാണുന്നത് അപൂർണമായ ഒരു സമാധാനമാണ് എന്ന് പറഞ്ഞാൽ താൽക്കാലികം. എന്നാൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരുവന് ലഭ്യമായ സമാധാനം പൂർണ്ണമാണ്. സമ്മർദ്ദങ്ങൾക്ക് എടുത്തു കളവാൻ കഴിയാത്ത സമാധാനം. ഈ സമാധാനം നാം പ്രാപിക്കണമെന്നത്രേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ നമുക്ക് ചുറ്റും സംഘർഷങ്ങൾ ഒഴിവാക്കുവാൻ നമ്മെക്കൊണ്ട് കഴിയില്ല.
എന്നാൽ ദൈവത്തോടുകൂടെ കഷ്ടങ്ങളുടെ മധ്യത്തിലും തികഞ്ഞ സമാധാനം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. നാം ദൈവത്തോടുള്ള ഭക്തിയിൽ കഴിയുമ്പോൾ നമ്മുടെ മനോഭാവം മൊത്തം ഉറച്ചതും കുലുങ്ങാത്തതും ആയിരിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെയും സർവശക്തിയുടെയും പിൻബലത്തിൽ ചുറ്റുപാടുമുള്ള കുഴമറിച്ചിലുകളിൽ നാം കുലുങ്ങിപ്പോകയില്ല. 9-ാം വാക്യം, 26-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു, എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. നിൻ്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയുടെ വലിയ ആവശ്യം താങ്കളും ഞാനും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഉത്തമഗീത പുസ്തകം വായിക്കുമ്പോൾ മണവാട്ടി പറയുന്നത് അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ എന്നാണ്. ഉത്തമഗീതം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അത് ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും വികാരത്തിൻ്റെയും ചുംബനമാണ്. താൻ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് തനിക്ക് കയറുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലായ കാന്ത മണവാട്ടി പറയുന്നത്, നിൻ്റെ പിന്നാലെ എന്നെ വലിക്കുക, നാം ഓടിപ്പോക. ഇതേ ചിന്തയാണ് യെശയ്യാവ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. അതെ പ്രിയ സുഹൃത്തെ, ഈ വിധത്തിലുള്ള താല്പര്യം നമുക്ക് ദൈവത്തെക്കുറിച്ചുണ്ടോ? വാസ്തവത്തിൽ താങ്കൾക്ക് ദൈവത്തെ ആവശ്യമുണ്ടോ? ദൈവത്തിന് വേണ്ടി യഥാർത്ഥമായ താല്പര്യം താങ്കളിലുണ്ടോ? എന്നെ വലിക്കുക, നാം ഓടിപ്പോക എന്ന് ദൈവത്തോട് പറയുവാൻ താങ്കൾക്ക് കഴിയുമോ? കർത്താവ് ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ അവർ ഇപ്രകാരം പറയും, എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു, എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. പലപ്പോഴും ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് ഓടി മാറുവാനല്ലേ ശ്രമിക്കുന്നത്? ചിലപ്പോൾ അവന് മുമ്പായി നാം ഓടുവാൻ ശ്രമിക്കും. ഇടയ്ക്ക് വെച്ച് ദൈവഹിതത്തിനപ്പുറം നാം ഓടുവാൻ തുടങ്ങും. അപ്പോൾ അത് പിരിമുറുക്കമുണ്ടാക്കും. നാം ദൈവത്തോട് അടുത്തിരിക്കാത്തതിൻ്റെ നിരാശയും പ്രശ്നവും നാം അനുഭവിക്കും. തങ്ങളുടെ വഴി തെറ്റിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരികെ കുറ്റബോധത്തോടെ നിലവിളിക്കുന്നവരെ ഇന്നധികം കാണാനില്ല. അനുതാപമില്ലാത്ത അവസ്ഥ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാനിത് മനസ്സിലാക്കിയപ്പോൾ അത് എത്ര വലിയ അനുഗ്രഹത്തിന് കാരണമായെന്നോ. ഇന്ന് ദൈവത്തിന് വേണ്ടി നമുക്ക് എത്രമാത്രം താല്പര്യമുണ്ട് എന്ന് നാം തിരിഞ്ഞ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവേ, കഷ്ടതയിൽ അവർ നിന്നെ നോക്കുകയും നിൻ്റെ ശിക്ഷ അവർക്ക് തട്ടിയപ്പോൾ ജപം കഴിക്കുകയും ചെയ്തു. മുമ്പ് ആ ചെറിയ ശേഷിപ്പ് പ്രാർത്ഥനയിൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ അവർ ആ കഷ്ടകാലത്തെക്കുറിച്ച് ഓർക്കുകയാണ് ചെയ്യുന്നത്. 17-ാം വാക്യത്തിൽ കാണുന്നത്, യഹോവേ, പ്രസവം അടുത്തിരിക്കുന്ന ഗർഭിണി നോവ് കിട്ടി തൻ്റെ വേദനയിൽ നിലവിളിക്കുന്നത് പോലെ ഞങ്ങൾ നിൻ്റെ മുമ്പാകെ ആയിരുന്നു. മഹാപീഡന കാലത്ത് ഇസ്രായേൽ ജനം പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെയായിരുന്നു. അവരുടെ കഷ്ടത അത്രമാത്രം വലുതാകുന്നു. പ്രവാചകൻ ഇനിയും സംഭവിച്ചിട്ടില്ലാത്ത, അതായത് ഭാവിയിൽ വരുവാനിരിക്കുന്ന ഈ ദിവസത്തിലേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. സമയമാകുന്ന നദിയുടെ അക്കരെ നിന്നുകൊണ്ട് പ്രവാചകൻ അത് കണ്ടു. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ ഗർഭം ധരിച്ച് നോവ് കിട്ടി പ്രസവിച്ചാറെ കാറ്റിനെ പ്രസവിച്ചതുപോലെ ഇരുന്നു. ദേശത്ത് ഒരു രക്ഷയും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല, ഭൂവാസികൾ പിറന്നു വീണതുമില്ല. കാറ്റിനെ പ്രസവിച്ചതുപോലെ ഇരുന്നു എന്ന് പറയുന്നു. അതായത് കഷ്ടത ഫലപ്രദമായ കാര്യങ്ങൾ ഒന്നും തന്നെ ഉളവാക്കിയില്ല എന്നാണ് അർത്ഥം. ഈ സമയത്തെ കഷ്ടത കൊണ്ട് ദുഷ്ടന്മാരുടെ ഹൃദയത്തിൽ മാറ്റം വരുത്തുവാൻ കഴിഞ്ഞില്ല. സ്വർഗത്തിലെ ദൈവത്തെ ദുഷിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് വരുന്ന കഷ്ടതകൾ ഒന്നുകിൽ പ്രയോജനമായ എന്തെങ്കിലും ഫലം നമ്മിൽ ഉളവാക്കും, അല്ലെങ്കിൽ അത് കാറ്റ് പോലെ മാത്രമിരിക്കും. നമ്മിൽ പലരുടെയും കഷ്ടതകൾ പ്രയോജനമില്ലാത്തതായി തീരുന്നില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. സകലവും നന്മയ്ക്കായി, ദൈവനാമ മഹത്വത്തിനായി കൂടി വ്യാപരിക്കുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കുന്നില്ല എന്നതാണ് കാരണം. യെശയ്യാവ് കർത്താവിൻ്റെ ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കാര്യം നാം ഓർമ്മിക്കേണ്ടതാണ്. നാം അവനെ നേരത്തെ അന്വേഷിക്കുമെങ്കിൽ നമുക്കതുപോലെ ജീവിതം നയിക്കുവാൻ കഴിയും. 19-ാം വാക്യത്തിൽ നാം കാണുന്നു, നിൻ്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ,
നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞുപോലെ ഇരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. 27-ാം അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പാട്ടാണ് നാം കാണുന്നത്. ഇനിയും 27-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കാം. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തൻ്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാഥാനെയും വക്രസർപ്പമായ ലിവ്യാഥാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. അന്നാളിൽ, അതായത് ഭാവിയിൽ, കർത്താവിൻ്റെ ദിവസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ പല പ്രാവശ്യം ഇതിനോടകം പറഞ്ഞല്ലോ. അത് മുമ്പ് പല പ്രാവശ്യം നാം ചിന്തിച്ചതുപോലെ മഹാപീഡനത്തോടുകൂടി ആരംഭിക്കുകയും 1000 ആണ്ട് ആ കാലത്തേക്ക്, ആ വാഴ്ചയുടെ സമയത്തേക്ക് നീളുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ അത് നിത്യതയോളം നീളുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ വായിക്കുന്നു, യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തൻ്റെ വാൾ. യഹോവയുടെ, അതായത് കർത്താവിൻ്റെ വാൾ ദൈവവചനമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുമ്പോൾ അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്, അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു, അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു, ആ വാൾ കൊണ്ട് അവൻ ജാതികളെ വെട്ടിക്കളയും എന്ന് നാം വായിക്കും. എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്നത്രേ. ഇവിടെ ദൈവവചനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നതിന് 2 പക്ഷമില്ല. ദൈവത്തിൻ്റെ വചനം കൊണ്ട് അവൻ സകലവും സൃഷ്ടിച്ചു, അവൻ്റെ വചനം കൊണ്ട് അവൻ ന്യായം വിധിക്കുകയും ചെയ്യും. അവിടുന്ന് ആരെയാണ് ന്യായം വിധിക്കാൻ പോകുന്നത്? അത് രസകരമായിരിക്കും. വിദ്രുത സർപ്പമായ ലിവ്യാഥാനെയും വക്രസർപ്പമായ ലിവ്യാഥാനെയും. അന്നാളിൽ കർത്താവിൻ്റെ രാജ്യത്വത്തിൻ്റെ ആരംഭത്തിൽ കർത്താവായ യേശുക്രിസ്തു പിശാചായ സർപ്പത്തെ, ലിവ്യാഥാനെ ന്യായം വിധിക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ 1000 ആണ്ട് കഴിയുവോളം അടച്ചുപൂട്ടും എന്നാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അവനെക്കുറിച്ച് ഇനി ഇയ്യോബ് പറയുന്നുണ്ട്. 41-ാം അധ്യായം, ഇയ്യോബ് 41-ന്റെ 15 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ചെതുമ്പൽ നിര അതിൻ്റെ ഡംഭമാകുന്നു, അത് മുദ്ര വെച്ച് മുറുക്കി അടച്ചിരിക്കുന്നു. ചെതുമ്പൽ അവൻ്റെ സംരക്ഷണത്തിനുള്ളതാണ്, തന്നെ തൊടുവാൻ കഴിയുകയില്ല എന്നാണ് പിശാച് ചിന്തിക്കുന്നത്. അതാണ് അവൻ്റെ അഹങ്കാരം. ഇന്നും താൻ ശിക്ഷിക്കപ്പെടുമെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് അതീതമാണ് താൻ എന്നാണ് ഒരുപക്ഷെ അവൻ ചിന്തിക്കുന്നത്. ന്യായവിധി വരുന്നു എന്ന് വിശ്വസിക്കാത്ത അനേകം ആളുകൾ ഇക്കാലത്തുണ്ട്. ആ വിധത്തിലുള്ള ചിന്താഗതിയെ അവർ പുച്ഛിച്ച് തള്ളിക്കളയുന്നു. ഇതൊക്കെ ബുദ്ധികെട്ടവൻ്റെ പഠിപ്പീരാകുന്നു, ചിന്തകളാകുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. പിശാചിൻ്റെ ചിന്താഗതി അതാണ്. എന്തൊരു പരിഹസിക്കലല്ലേ! വിദ്രുത സർപ്പം ടൈഗ്രീസ് നദിയാണെന്നും അത് അശൂർ ജനതയെ സൂചിപ്പിക്കുന്നു എന്നും ചിലർ ചിന്തിക്കുന്നുണ്ട്. വക്രസർപ്പം യൂഫ്രട്ടീസ് നദിയും അത് ബാബേൽ ജനതയെ കുറിക്കുന്നു എന്നും ചിലർ പറയുന്നു. സമുദ്രത്തിലെ മഹാസർപ്പം നൈൽ നദിയെയും അതിൽ കൂടി മിസ്രൈമിനെയും സൂചിപ്പിക്കുന്നു എന്നാണ് ഈ വിധത്തിൽ വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത്. അങ്ങനെ ചിന്തിച്ചാലും ലിവ്യാഥാൻ്റെ അർത്ഥം പിശാച് തന്നെയാകുന്നു. അതിന് കോട്ടം വരുന്നില്ല. മറിച്ച് ആ വ്യാഖ്യാനത്തെ ബലപ്പെടുത്തുകയാണ് അത് ചെയ്യുന്നത്. കാരണം ഈ രാജ്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ശക്തി പിശാചായിരുന്നു. 2-ാം വാക്യത്തിൽ, 27-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, അന്ന് നിങ്ങൾ മനോഹരമായൊരു മുന്തിരിത്തോട്ടത്തെപ്പറ്റി പാട്ടുപാടുവീൻ. വാസ്തവത്തിൽ 1-ാം വാക്യം മുമ്പിലത്തെ അധ്യായത്തോടെയാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതായത് 26-ാം അധ്യായത്തോട്. 2-ാം വാക്യമാണ് 27-ാം അധ്യായത്തിൻ്റെ ആരംഭമായിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഇവിടെ ഈ 2-ാം വാക്യം മുതൽ വിഷയത്തിൽ ഒരു മാറ്റം നാം കാണുന്നുണ്ട്. അന്ന് നിങ്ങൾ മനോഹരമായ ഒരു പാട്ട് പാടുവീൻ. കർത്താവിൻ്റെ വാഴ്ചയുടെ കാലമാണത്. അന്ന് നമുക്കെല്ലാവർക്കും ഇന്ന് പാടുവാൻ കഴിയാത്തവർക്കും കൂടി പാടുവാൻ കഴിയും. അത് രസകരമായിരിക്കും അല്ലേ? മുന്തിരിത്തോട്ടത്തെപ്പറ്റി സമൃദ്ധി, ഫലദായകം, സന്തോഷം എന്നിവയാണ് മുന്തിരിത്തോട്ടം സൂചിപ്പിക്കുന്നത്.
യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൽ നിന്നും എത്ര ഭിന്നമാണിത് എന്നോർക്കണം. അവിടെ പറഞ്ഞിരിക്കുന്ന മുന്തിരിത്തോട്ടം ഇസ്രായേൽ ജാതിയായിരുന്നു. അവർ ഫലം പുറപ്പെടുവിക്കാത്തത് കൊണ്ട് ദൈവം അവരെ ന്യായം വിധിക്കുവാൻ പോവുകയായിരുന്നു. ഇവിടെ കർത്താവിൻ്റെ വാഴ്ചയുടെ കാലമാണ്, 1000 ആണ്ട് വാഴ്ച. അവിടെ ഫലത്തിൻ്റെ സമൃദ്ധിയുണ്ട്. എന്താണ് കാരണമെന്ന് നോക്കുക. 3-ാം വാക്യം 27:3. യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ഇപ്പോൾ മനസ്സിലായോ? കർത്താവാണ് തോട്ടക്കാരൻ. മുന്തിരിത്തോട്ടം ഇനിയും ഒരിക്കലും അവൻ മറ്റൊരാളെ ഏൽപ്പിക്കുകയില്ല. അവൻ എല്ലായ്പ്പോഴും തോട്ടത്തെ സൂക്ഷിച്ചു കൊണ്ടിരിക്കും. യാതൊരു ശത്രുവും പ്രവേശിക്കാതിരിപ്പാൻ രാവും പകലും അവൻ്റെ കണ്ണതിനെ നോക്കിക്കൊണ്ടിരിക്കും. ദൈവം ഇസ്രായേലിനോടുള്ള തൻ്റെ പ്രവർത്തനം മതിയാക്കിയിട്ടില്ല എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ഇനി 5-ാം വാക്യം, അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. അതെ, അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. ശത്രുവിന് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പോലും ദൈവത്തോട് സമാധാനം ഉണ്ടാക്കുവാൻ കഴിയും എന്നല്ലേ ഈ വാക്യം പറയുന്നത്? ദൈവം ഒരിക്കലും തൻ്റെ കരുണ നിർത്തലാക്കുന്നില്ല. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം കരുണയിൽ സമ്പന്നനാണ്. അവൻ്റെ പക്കൽ കരുണ ധാരാളമുണ്ട്. ദൈവത്തിൻ്റെ കരുണ അധികമായിട്ട് ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അവൻ കരുണാസമ്പന്നനാണ്, അവൻ കൃപയിലും സമ്പന്നനാണ്. തൻ്റെ കൃപയ്ക്ക് ഒരിക്കലും അറുതി ഉണ്ടായിരിക്കുകയില്ല. സ്വർഗത്തിലും ഇത് നമുക്ക് ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ എന്ന് നാം വായിച്ചല്ലോ. മനുഷ്യന് ദൈവത്തോട് സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് തിരുവചനത്തിൽ ഇവിടെ മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിനെ കുറിച്ചല്ല, രാജാവിനോട് അനുസരണമുള്ളവനായിരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പാപത്തിൻ്റെ പ്രശ്നത്തിൽ മനുഷ്യന് ദൈവത്തോട് സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. ദൈവം നേരത്തെ തന്നെ അത് ചെയ്തിരിക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നിങ്ങൾ ദൈവത്തോട് യോജിക്കുവാൻ, നിരക്കുവാൻ തയ്യാറാവുകയും ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കൂടി അവൻ താങ്കൾക്ക് വേണ്ടി ചെയ്തത് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. അതുവരെ നിങ്ങൾക്ക് സമാധാനം എന്തെന്ന് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. അത് നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല. ഈ വാക്യം നമ്മുടെ സമയത്തെക്കുറിച്ചല്ല, പിന്നെയോ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഞാൻ വീണ്ടും സൂചിപ്പിക്കട്ടെ. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, 7-ാം വാക്യം, അവനെ അടിച്ചവരെ അടിച്ചതുപോലെയോ അവൻ അവനെ അടിച്ചത്, അവനെ കൊന്നവരെ കൊന്നതുപോലെയോ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മറ്റ് ദേശങ്ങളെക്കാൾ അധികം ദൈവം എന്തുകൊണ്ട് ഇസ്രായേലിനെ ശിക്ഷിച്ചു എന്ന ചോദ്യം ഈ വാക്യത്തിൽ നിന്നും ഉയർന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗികമായ ഉത്തരം ഈ പുസ്തകത്തിൽ മുമ്പേ തന്നെ നാം കണ്ടു കഴിഞ്ഞതാണ്. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? വെളിച്ചം ഉത്തരവാദിത്വത്തെ ഉളവാക്കുന്നു. ഇസ്രായേലിന് ലഭിച്ച വെളിച്ചം വളരെ അധികമായിരുന്നതുകൊണ്ട് അവരുടെ പാപം കൂടുതൽ ഇരുണ്ടതും അവരുടെ ശിക്ഷ കൂടുതൽ കഠിനവുമായിരുന്നു. ഇസ്രായേലിനെ അടിച്ച ദേശങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ അടി ഇസ്രായേൽ ലഭിച്ചു. ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. ഇസ്രായേലിൻ്റെ ശിക്ഷ കഠിനമായിരുന്നു. എന്നാൽ മറ്റ് ചില രാജ്യങ്ങളെ നശിപ്പിച്ചതുപോലെ ദൈവം അവരെ നശിപ്പിച്ചില്ല. 118-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. ഇസ്രായേൽ നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. 9-ാം വാക്യം നോക്കിക്കാട്ടെ. 9-ാം വാക്യം, ഇതുകൊണ്ട് യാക്കോബിൻ്റെ അകൃത്യത്തിന് പരിഹാരം വരും, അവൻ്റെ പാപത്തെ നീക്കിക്കളഞ്ഞതിൻ്റെ ഫലമെല്ലാം ഇതാകുന്നു. അവൻ ബലിപീഠത്തിൻ്റെ കല്ലൊക്കെയും ഇടിച്ച് തകർത്ത ചുണ്ണാമ്പ് കല്ല് പോലെ ആക്കുമ്പോൾ അശേരാ പ്രതിഷ്ഠകളും സൂര്യസ്തംഭങ്ങളും ഇനി നിവർന്നു നിൽക്കയില്ല. കഷ്ടതയായിരുന്നില്ല ഇസ്രായേലിൻ്റെ പാപത്തിന് പരിഹാരമായിരുന്നത്. യാക്കോബിൻ്റെ അകൃത്യത്തിനൊരു പാപയാഗമായിരുന്നു ആവശ്യമായിരുന്നത്. ജനത്തിൻ്റെ പാപം ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് പരിഹരിക്കപ്പെടുന്നത്. ഒരു പാപിയെന്ന നിലയിൽ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ ആയിരിക്കും അന്നും സംഭവിക്കുന്നത്.
ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം അവസാനിച്ചിട്ടില്ല എന്ന് ഇതുപോലെയുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. അടുത്ത 2 വാക്യങ്ങൾ 10ഉം 11ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, ഉറപ്പുള്ള പട്ടണം ഏകാന്തവും മരുഭൂമി പോലെ നിർജ്ജനവും ശൂന്യവും ആയിരിക്കും. അവിടെ കാളക്കിടാവ് മേഞ്ഞു കിടന്ന് അവിടെയുള്ള തളിരുകളെ തിന്നുകളയും. 11ആം വാക്യം, അതിലെ കൊമ്പുകൾ ഉണങ്ങുമ്പോൾ ഒടിഞ്ഞു വീഴും. സ്ത്രീകൾ വന്ന് അത് പെറുക്കി തീ കത്തിക്കും. അത് തിരിച്ചറിവില്ലാത്ത ഒരു ജാതിയല്ലോ. അതുകൊണ്ട് അവരെ നിർമ്മിച്ചവൻ അവരോട് കരുണ തോന്നുകയില്ല. അവരെ മനഞ്ഞവൻ അവർക്ക് കൃപ കാണിക്കുകയുമില്ല. എന്നാൽ ദൈവത്തെ കൂടാതെ പണിയപ്പെടുന്ന യാതൊരു പട്ടണത്തെയും പോലെ തന്നെ ഇസ്രായേലിലെ പട്ടണങ്ങൾ നശിപ്പിക്കപ്പെടും. ലോകത്തിലെ നാശാവശിഷ്ടങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒരു നേർചിത്രമാണ്, ഒരു ഫലമാണ്. എന്താണ് കാരണം? അവർ വെളിച്ചത്തെ തള്ളിക്കളഞ്ഞു എന്നത് തന്നെ. അവർ വെളിച്ചം തള്ളിക്കളക മാത്രമല്ല, ദൈവപുത്രൻ്റെ ആളത്വത്തെയും തള്ളിക്കളയുകയാണ് ചെയ്തത്. 12ഉം 13ഉം വാക്യങ്ങൾ കൂടി വായിക്കാം. അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെ കറ്റമെതിക്കും. ഇസ്രായേൽ മക്കളെ, നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. അന്നാളിൽ മഹാകാഹളമൂതും. അശൂർ ദേശത്ത് നഷ്ടരായവരും മിസ്രയീം ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് യെരുശലേമിലെ വിശുദ്ധ പർവ്വതത്തിലെ യഹോവയെ നമസ്കരിക്കും. ഇസ്രായേൽ ജാതിയെ വാഗ്ദത്ത ദേശത്ത് ദൈവം പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ ഭാഗം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. ബൈബിളിൽ അതത്രേ പറയുന്നത്. ഈ അഭിപ്രായത്തോട് യോജിക്കാത്ത അനേകം ആളുകളുണ്ട്. നിങ്ങൾ ദൈവജനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം ഇസ്രായേൽ ജാതിയെ വാഗ്ദത്ത ദേശത്ത് യഥാസ്ഥാനത്താക്കുമെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകൻ അശൂര്യർ, മിസ്രൈമിയർ, ഇസ്രായേൽ, യെരുശലേം എന്നീ ദേശങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ പറയുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ ആത്മീയ അർത്ഥത്തിൽ മാത്രം ചിന്തിക്കുവാൻ കഴിയുകയില്ല. ഇവയെല്ലാം അക്ഷരികമായ സ്ഥലങ്ങളായിരുന്നു. ഇസ്രായേൽ അക്ഷരികമായി യഥാസ്ഥാനപ്പെടുവാൻ പോകുന്നു. ഈ പ്രവചനം നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. ഇനിയും ഭാവിയിൽ നിവർത്തിയാകേണ്ട കാര്യമാണ് ഇത്. ദൈവം അവരെ അവിടേക്ക് നയിക്കുമ്പോൾ അവർ അവിടെ വരും. അവർ വരുമ്പോൾ അവനെ ആരാധിക്കും. എന്നെയും താങ്കളെയും ദൈവം വിളിച്ചതുപോലെ അവൻ അവരെയും വിളിക്കും. ഇതിൻ്റെ നിവർത്തി ഇന്നും നാം കാണുന്നില്ല. ഭാവിയിൽ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ പ്രവർത്തന രീതി എത്ര ചിന്തിപ്പിക്കുന്നതാണല്ലേ. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ള ആരും ഒരു നാളും ലജ്ജിതരായി തീർന്നിട്ടില്ല. അവരെ ജയോത്സവമായി നടത്തുവാൻ മതിയായ ദൈവം. അവനിൽ ആശ്രയിക്കുവാൻ, അവനിൽ വിശ്വസിപ്പാൻ നമുക്ക് സാധിക്കണം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനം എത്ര കൃത്യമായിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ പലപ്പോഴും വചനത്തെ അവഗണിച്ചു പോയത് നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിൻ്റെ വചനം അനുസരിച്ച് അത് വിശ്വസിച്ച് ജീവിപ്പാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളിന്ന് തിരുവചനത്തിൻ്റെ സത്യങ്ങൾ പഠിച്ചല്ലോ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അധികം അനുഗ്രഹത്തിന് ഉതകേണ്ടതിന് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇടപെടണമേ, അനുഗ്രഹിക്കണമേ. തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും കൂടുതൽ പ്രയോജനമുള്ളവരായി തീരുവാൻ അവരെ നീ ശക്തീകരിക്കുകയും ചെയ്യണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇസ്രയേലിൻ്റെ യഥാസ്ഥാപനം ദൈവവചനത്തിൽ ചിതറിക്കിടക്കുന്ന ദൈവിക വാഗ്ദത്തമാകുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ മനോഹരമായ രീതിയിൽ അതിനെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് കാണുവാൻ കഴിയും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിനു ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും എന്ന് താൻ ചോദിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവിക വാഗ്ദത്തങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.